വേലുകൾ അല്ലെങ്കിൽ തിമിംഗലങ്ങൾ അവർ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ജീവികളാണ്. മനുഷ്യരെ പോലെ തന്നെ ഒരു സാമൂഹിക ജീവിയുമാണ്. അവർക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ മനുഷ്യരെക്കാൾ വളരെ മനോഹരമായിട്ടാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അവരുടെ ഓരോ കമ്മ്യൂണിക്കേഷനും ഒരു വലിയ സംഗീതമാണ്. വളരെ കുറഞ്ഞ ഫ്രീക്വൻസിയിൽ മാത്രം പുറപ്പെടുവിക്കുന്ന ഒരു സംഗീതം. ആ സംഗീതം ഏതാനും ചില പ്രദേശത്ത് മാത്രമല്ല നീണ്ടു നിൽക്കുന്നത്, ഒരു മഹാസമുദ്രം മുഴുവനും അത് വ്യാപിക്കുന്നതാണ്. അവരുടെ ഓരോ സംഗീതത്തിലും അടങ്ങിയിരിക്കുന്ന ഇൻഫർമേഷനും വളരെ വലുതാണ്. നമ്മുടെ എപ്പിക്കായിട്ടുള്ള രാമായണത്തിൽ പറയുന്ന അത്രത്തോളം ഇൻഫർമേഷനുകൾ അവരുടെ ഈ ഓരോ സംഗീതത്തിലും അടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് അവർ ഇത്തരത്തിൽ സംഗീതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ 100 വർഷമായിട്ട് അവരുടെ ഈ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. അതിൻ്റെ കാരണം മനുഷ്യരുടെ ഇടപെടൽ തന്നെയാണ്. മനുഷ്യരുടെ ഷിപ്പുകളില്ലാത്ത ഒരു സമുദ്രഭാഗവും നമുക്കിപ്പോൾ കാണാൻ സാധിക്കുകയില്ല. അവയുടെ ശബ്ദങ്ങൾക്കിടയിൽ വളരെ ലോ ഫ്രീക്വൻസിയിലുള്ള തിമിംഗലങ്ങളുടെ ശബ്ദങ്ങൾ അല്ലെങ്കിൽ അവയുടെ സംഗീതങ്ങൾ ഇല്ലാതെയാകുന്നു. അക്ഷരാർത്ഥത്തിൽ മനുഷ്യർ അവരുടെ വാ മൂടിക്കെട്ടുകയാണ്.